കാലങ്ങളായിട്ട് മലബന്ധം നീണ്ടു നിന്നാൽ ഒരിക്കലും അതിനെ ചെറുതായിട്ട് കാണരുത്. ഗുരുതര രോഗാവസ്ഥയിലേക്ക് അത് പിന്നത്തേതിൽ നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. മലബന്ധം കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെയിലി പുറത്തു തള്ളേണ്ട വേസ്റ്റ് പ്രൊഡക്റ്റ് മലത്തിലൂടെ പുറത്ത് പോകുന്നില്ല എങ്കിൽ അത് ശരീരത്തിൽ അഥവാ പ്രത്യേകിച്ച് കുടലിൽ അത് കെട്ടിക്കിടന്ന് അവിടെ ഓവറായിട്ട് ചീത്ത ബാക്ടീരിയൽ ഉണ്ടായി സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ സിബോ അഥവാ കുടലിൽ ഓവറായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മുടെ ഗട്ടിൽ പ്രത്യേകിച്ച് വൻകുടൽ ചെറുകുടലിൻ്റെ ഉള്ളിലെ ലൈനിങ്ങിൽ ഇതുപോലെ വിടവുകൾ വരികയും അതുകൊണ്ട് തന്നെ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് മലബന്ധം നീണ്ടു നിൽക്കുന്നവരിൽ വായുനാറ്റം ഹാലിറ്റോസിസ് പ്രത്യേകിച്ച് വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ അമിതമായിട്ട് ദുർഗന്ധം വരുന്നതും പൊതുവെ കാണുന്നുണ്ട്. ഇത് പലരും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ജോലിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ വളരെ കോൺഫിഡൻസ് കുറവുകയും ഉൾവലിയുന്ന ഒരു ടെൻഡൻസിയൊക്കെ പലരിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലബന്ധത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതുപോലെ തന്നെ മലബന്ധം കാലങ്ങളായിട്ട് നീണ്ടു നിന്നാൽ ഉണ്ടാക്കാവുന്ന മറ്റൊരു രോഗമാണ് മൂലരോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഏനസിനെ ബാധിക്കുന്ന രോഗങ്ങൾ. മലദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതിനൊക്കെ മലബന്ധവുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാലങ്ങളായിട്ട് മലബന്ധം നീണ്ടു നിൽക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുവാൻ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഫിഷർ അതുപോലെ തന്നെ പൈൽസ് പോലുള്ള അസുഖങ്ങൾ പിന്നത്തേതിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മലബന്ധം കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്നാമതായിട്ടുള്ളത് ലഘു വ്യായാമം ദിവസവും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു 30 to 40 മിനിറ്റ്സ് അത് നടത്തമായിക്കോട്ടെ ചെറിയ വ്യായാമങ്ങളായിക്കോട്ടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ടുള്ളത് 2 to 3 ലിറ്റർ വെള്ളം കൃത്യമായിട്ട് ഡെയിലി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ. നമുക്കറിയാം, ഇലക്കറികൾ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ കൃത്യമായി ഉറക്കം കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഉറക്കം കുറവ് വന്നാലും നമുക്കത് കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന് സ്ട്രെസ് ഉണ്ടാവുകയും മലബന്ധത്തിലേക്ക് നയിക്കാം. പിന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് മലബന്ധം അതിൻ്റെ ഒപ്പം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ദീർഘകാലം മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുക. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്ന ഒരു അസുഖമാണോ ഇത് എന്നൊക്കെ ചോദിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലബന്ധത്തെ നിസ്സാരമായിട്ട് കാണാണ്ട് പിന്നത്തേതിൽ അത് ഗുരുതര രോഗാവസ്ഥയിലേക്കൊന്നും പോകാതെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക.